ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമകഥാ ദിവസം ഇന്ന് 21. ഇന്നത്തെ വിഷയം സിംഹികാവധം, ലങ്കിണിയുമായുള്ള ഏറ്റുമുട്ടൽ. ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ജാംബവാൻ ഹനുമാനെ തൻ്റെ ശക്തി ഓർമ്മിപ്പിച്ചതും ഹനുമാൻ മഹാസമുദ്രം ലംഘിച്ച് സുരസയുടെ പരീക്ഷണം വിജയമായി പൂർത്തിയാക്കിയതും നാം കേട്ടു. ഇന്ന് ഹനുമാൻ ലങ്കയിലെത്തുന്നതും അവിടേക്ക് പ്രവേശിക്കുന്നതും കേൾക്കാം. ഹനുമാൻ അതിവേഗത്തിൽ ആകാശത്തിലൂടെ ലങ്കയിലേക്ക് പറന്നുകൊണ്ടിരുന്നു. അപ്പോൾ സിംഹിക എന്ന ഭയങ്കര രാക്ഷസി അദ്ദേഹത്തിൻ്റെ നിഴൽ പിടിച്ചു വലിച്ചു. അവളുടെ പ്രത്യേക ശക്തി നിഴലിൽ പിടിച്ച ജീവികളെ തൻ്റെ വായിലേക്ക് വലിച്ചെടുക്കുക എന്നതായിരുന്നു. ഹനുമാൻ തൻ്റെ വേഗം കുറഞ്ഞത് മനസ്സിലാക്കി. അദ്ദേഹം ഉടൻ കാര്യം ഗ്രഹിച്ചു. ആദ്യം തൻ്റെ ശരീരം വലുതാക്കി, സിംഹിയെയും വായ കൂടുതൽ വലുതാക്കി. അടുത്ത നിമിഷം ഹനുമാൻ ഒരു ചെറിയ രൂപം സ്വീകരിച്ച് അവളുടെ വായിൽ കയറി ഉള്ളിൽ വെച്ച് അവളുടെ ഹൃദയം തകർത്ത് പുറത്തു വന്നു. സിംഹിക കടലിൽ വീണ് മരിച്ചു. ദേവന്മാർ ആകാശത്തു നിന്ന് പറഞ്ഞു, ഹനുമാനെ, നിന്റെ ബലവും ബുദ്ധിയും ഒരേപോലെ മഹത്തരമാണ്. വിജയം നിനക്കൊപ്പമുണ്ടാവും. കുറച്ചു കഴിഞ്ഞ് ഹനുമാൻ സമുദ്രത്തിനപ്പുറം സ്വർണപ്രഭയിൽ തിളങ്ങുന്ന ലങ്കാനഗരം കണ്ടു. ഉയർന്ന മതിലുകൾ, പൊൻകൊട്ടാരങ്ങൾ, മനോഹരമായ കവാടങ്ങൾ. ലങ്ക അത്യന്തം സമ്പന്നമായ ഒരു നഗരമായിരുന്നു. എന്നാൽ ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചു, എത്ര സമ്പത്തുണ്ടെങ്കിലും ധർമ്മമില്ലാത്ത രാജ്യം നിലനിൽക്കുകയില്ല. രാത്രിയായപ്പോൾ ഹനുമാൻ വളരെ ചെറിയ രൂപം സ്വീകരിച്ച് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലങ്കയുടെ കാവൽ ദേവതയായ ലങ്കിണി അദ്ദേഹത്തെ തടഞ്ഞു. അവൾ ചോദിച്ചു, ആരാണ് നീ? എൻ്റെ അനുവാദമില്ലാതെ ലങ്കയിൽ പ്രവേശിക്കാൻ ആർക്കും കഴിയില്ല. ഹനുമാൻ ആദ്യം വിനയത്തോടെ സംസാരിച്ചെങ്കിലും അവൾ ആക്രമിച്ചു. അപ്പോൾ ഹനുമാൻ തൻ്റെ ഇടതു കൈകൊണ്ട് ഒരു ചെറിയ പ്രഹരം നൽകി. ആ പ്രഹരത്തിൽ ലങ്കിണി നിലത്തു വീണു. അവൾ ഉടൻ എഴുന്നേറ്റ് കൈകൂപ്പി പറഞ്ഞു, ബ്രഹ്മാവ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു വാനരൻ നിന്നെ പരാജയപ്പെടുത്തുന്ന ദിവസം ലങ്കയുടെ നാശം ആരംഭിക്കും. ഇന്ന് ആ പ്രവചനം സത്യമായി. അവൾ ഹനുമാനെ അനുഗ്രഹിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ അനുഗ്രഹിച്ചു. ഹനുമാൻ രാത്രി മുഴുവൻ ലങ്കയിലെ കൊട്ടാരങ്ങളിലും പൂന്തോട്ടങ്ങളിലും തെരുവുകളിലുമൊക്കെ സീതാദേവിയെ അന്വേഷിച്ചു. രാവണന്റെ കൊട്ടാരത്തിലും അദ്ദേഹം പ്രവേശിച്ചു. അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന രാവണനെ കണ്ടു. ഒരു നിമിഷം ഹനുമാൻ ചിന്തിച്ചു, ഇപ്പോൾ തന്നെ രാവണനെ വധിക്കാമോ? പക്ഷെ ഉടൻ സ്വയം പറഞ്ഞു, അല്ല, ഞാനിവിടെ വന്നത് ശ്രീരാമന്റെ ദൂതനായിട്ടാണ്. എൻ്റെ കടമ സീതാദേവിയെ കണ്ടെത്തുക മാത്രമാണ്. ഇത് ഹനുമാന്റെ സ്വയം നിയന്ത്രണത്തിൻ്റെയും കർത്തവ്യനിഷ്ഠതയുടെയും മഹത്തായ ഉദാഹരണമാണ്. അവസാനം ഒരു മനോഹരമായ വനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. അത് അശോകവനമായിരുന്നു. അവിടെ തന്നെയായിരിക്കും സീതാദേവി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു ശിംശപാവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ക്ഷമയോടെ കാത്തിരുന്നു. ഇന്നത്തെ കഥ നമ്മെ 3 മഹത്തായ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. സിംഹിക പഠിപ്പിക്കുന്നത് നമ്മുടെ പുരോഗതിയെ തടയുന്ന തടസ്സങ്ങളെ ധൈര്യത്തോടെയും വിവേകത്തോടെയും നേരിടണം. ലങ്കിണി പഠിപ്പിക്കുന്നത് അധർമ്മത്തിൻ്റെ പതനം തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടും. ഹനുമാൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തി സ്വയം നിയന്ത്രണത്തിലും കർത്തവ്യനിഷ്ഠയിലുമാണ്. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, ഹനുമാനെ പോലെ ധൈര്യവും വിവേകവും ആത്മസംയമനവും ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നിന്റെ നാമസ്മരണയോടെ അതിജീവിക്കാനുള്ള ശക്തി അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. അശോകവനത്തിൽ സീതാദർശനം, രാവണന്റെ ഭീഷണി, ത്രിജടയുടെ സ്വപ്നം. ഹനുമാൻ ശ്രീരാമൻ്റെ മുദ്രമോതിരം സീതാദേവിക്ക് നൽകുന്നു. ഇങ്ങനെയുള്ള ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്.